പ്രകൃതി മതമാണ് ഇസ്ലാം. ഇത് കേവലം ഒരു അവകാശവാദമല്ല. സമർപ്പണം, സമാധാനം, കീഴടങ്ങൽ തുടങ്ങിയ അർത്ഥം വരുന്ന ഒരു പദമാണ് ഇസ്ലാം. ജീവിതം മുഴുവൻ തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന ഏകനായ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരാളെ മുസ്ലിം എന്ന് വിളിക്കുന്നു. വർഗ, വർണ്ണ, ഭാഷാ ഭേദമോ പാരമ്പര്യമോ ഇക്കാര്യത്തിൽ പരിഗണനീയമല്ല. എന്നല്ല, അള്ളാഹു മുസ്ലിങ്ങളുടെ മാത്രം ദൈവവുമല്ല, മറിച്ച് ഏത് ദർശനം അനുസരിച്ച് ജീവിക്കുന്നവരുടെയും ഒരു ദർശനത്തിന്റെയും പിൻബലമില്ലാതെ ജീവിക്കുന്നവരുടെയും ദൈവമാണ്. പ്രപഞ്ചത്തിലെ സകലമാന ചരാചരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനും വിധികർത്താവുമാണ് അള്ളാഹു. അള്ളാഹു ഏറ്റവും കരുണാമയനാണ്. അവന്റെ കൽപ്പനയനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിതം ചിട്ടപ്പെടുത്തുന്നവർക്കും അവനെ ധിക്കരിച്ച് ജീവിതം നയിക്കുന്നവർക്കും അവന്റെ അപാരമായ കാരുണ്യവർഷം ലഭിക്കുന്നു. ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ വായുവും വെള്ളവും വെളിച്ചവും തുടങ്ങിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾ വിശ്വാസിയായ ഒരാൾക്കെന്ന പോലെ ധിക്കാരിയായ ഒരാൾക്കും ഈ ലോകത്ത് വെച്ച് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മകുടോദാഹരണങ്ങളാണ്. ഭൂമിയിലെ ജീവിതം ഒരു പരീക്ഷണമാണ്. ഇത് കർമ്മങ്ങളുടെ ഇടമാണ്. കർമ്മഫലം ലഭിക്കുന്നത് മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് വെച്ചാണ്. ദൈവാജ്ഞ അനുസരിച്ച് ജീവിച്ചയാൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അനശ്വരമായ സ്വർഗമാണ്. പരലോകത്ത് അത് അയാൾക്ക് ലഭിക്കും. എന്നാൽ ദൈവധിക്കാരിക്ക് കഠിനമായ ശിക്ഷയും അഥവാ നരകവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ഒട്ടനവധി സൃഷ്ടിജാലങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ഉത്തമമായ സൃഷ്ടി മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉത്കൃഷ്ടമായ ഈ വിഭാഗത്തെ ദൈവം പ്രത്യേകം പദവി നൽകി ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിൽ ദൈവത്തിന്റെ പ്രാതിനിധ്യം വഹിക്കാൻ മഹാസൗഭാഗ്യം ലഭിച്ചു എന്നതാണ് ആ ബഹുമതി. അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് സദാ അവനെ മാത്രം ആരാധിക്കുന്ന, അല്പം പോലും പാപക്കറ പുരളാത്ത മാലാഖമാർക്ക് പോലും ഈ ബഹുമതി ലഭിച്ചിട്ടില്ലെന്നറിയുമ്പോഴാണ് നാം നമ്മെക്കുറിച്ച് അത്ഭുതം കൂറുന്നത്. ഭൂമിയിൽ ദൈവത്തിന്റെ പ്രാതിനിധ്യം വഹിക്കുവാൻ ആവശ്യമായ മാർഗദർശനം നമുക്ക് എത്തിച്ചു തരുന്നത് മനുഷ്യരിൽ നിന്ന് തന്നെ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളുള്ള ചില വ്യക്തികളാണ്. പ്രവാചകന്മാർ എന്നറിയപ്പെടുന്ന ആ ശൃംഖല ആരംഭിക്കുന്നത് ആദിപിതാവായ ആദം നബിയിൽ നിന്നും അവസാനിക്കുന്നത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിലുമാണ്. അതുപ്രകാരം വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ വ്യത്യസ്ത കാലയളവിൽ വന്ന പ്രവാചകരിൽ ചിലരാണ് നോഹ, ലോത്ത്, അബ്രഹാം, ഇസ്മായേൽ, യസ്ഹാക്ക്, യാക്കോബ്, മോശ, ദാവീദ്, യേശു എന്നിവരൊക്കെ. ഈ പ്രവാചകന്മാരെയെല്ലാം അംഗീകരിക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയായി ഇസ്ലാം അനുശാസിക്കുന്നു. കാരണം ഇവരെല്ലാം ആവശ്യപ്പെട്ടത് ഏകനായ ദൈവത്തെ ആരാധിക്കാനാണ്. പ്രവാചകന്മാരിൽ ചിലർക്ക് വേദങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിൽ അവസാനത്തേതും മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതും മുഴുവൻ കാലത്തേക്കുമുള്ളതുമായ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. മനുഷ്യരെല്ലാം ഖുർആനും മുഹമ്മദ് നബിയുടെ ചര്യവും അനുസരിച്ച് ജീവിക്കണം എന്നതാണ് ദൈവകൽപ്പന. പ്രസ്തുത മാർഗദർശനത്തിൽ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ ആത്മീയ വ്യവസ്ഥ, ധാർമ്മിക വ്യവസ്ഥ, കുടുംബ വ്യവസ്ഥ, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതനുസരിച്ച് ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. പ്രവാചക പരമ്പരയുടെ പരിസമാപ്തി കുറിക്കുന്നത് മുഹമ്മദ് നബിയിലാണെന്നതിനാൽ അള്ളാഹു ഏകനാണെന്നും അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്നും മുഹമ്മദ് നബി ദൈവത്തിന്റെ അന്ത്യപ്രവാചകനാണെന്നും വിശ്വസിക്കലാണ് ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ആദ്യത്തെ കവാടം. കേവലമായ ചില വചനങ്ങൾ ഉരുവിടുന്നത് കൊണ്ടോ ബാഹ്യമായ വിശ്വാസം കൊണ്ടോ ഒരാൾ മുസ്ലിമാകണമെന്നില്ല. മറിച്ച് ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതോടൊപ്പം ജീവിതത്തിലുടനീളം പ്രകടമാവുകയും വേണം. കൽപ്പനകൾ പാലിക്കാമെന്നും വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കാമെന്നുമുള്ള ദൈവവുമായുള്ള ഒരു കരാറാണിത്.